എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാണ്. ഞാനിപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് മധുര വഴി ശിവകാശിയിൽ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. ഇത് അതിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ്. കണ്ട, ഐ ലവ് യു ട്രിവാൻഡ്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഏത് ട്രെയിനാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ കൂടെ കുറച്ച് പേര് വരാൻ വേണ്ടി അവരെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ. ആരും വന്നില്ല. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. തകർത്ത് പെയ്യാണ് പുറത്ത്. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. വീട്ടില്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തോട്ട് നോക്കാൻ വയ്യ. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്താണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ കുറച്ച് പേര് വരുന്നുണ്ട്, അവർ വന്നില്ല. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. സെക്കന്ദരാബാദ് ട്രിവാൻഡ്രം എക്സ്പ്രസ്സാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ പോവുകയാണ്. പുറത്ത് മഴ തകർക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് റെയിൽവേയുടെ ആ ഒരു ഇൻഫർമേഷനൊക്കെ കാണിക്കുന്ന ബോർഡാണ് കേട്ടോ. ഇതിലാണ് ട്രെയിനിൻ്റെ സമയവും പേരുകളൊക്കെ കാണിക്കുന്നത്. പണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന കൗണ്ടറൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പണ്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് അങ്ങ് അപ്പുറത്തോട്ട് മാറ്റിയത്. ഇവിടെ നല്ല ഒരു വൈബുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം അടച്ചു പൂട്ടിക്കളഞ്ഞു, നല്ല ഭംഗിയാക്കി. പണ്ടക്കാലം തൊട്ടേ ഇവിടെയാണ് ടിക്കറ്റിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തിരുന്നത്. നല്ല സൂപ്പർ കൗണ്ടറുകളായിരുന്നു. അകത്തിരിക്കുന്നവർക്ക് ഒരു മാനസിക ഉല്ലാസമൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പം അപ്പുറത്തൊരു ഷെഡ് പോലെ ആയിപ്പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ട്രെയിൻ ഇൻ്റർസിറ്റി എന്നാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നത് ഇൻ്റർസിറ്റിയിലല്ല കേട്ടോ, തിരിച്ചു വരുന്നതാണ് ഇൻ്റർസിറ്റിയിൽ എന്നാണ് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്. ഇത് മധുര എക്സ്പ്രസ്സാണ്. മധുര എക്സ്പ്രസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ഓടിക്കയറിയതാണ്, പക്ഷേ സീറ്റ് കിട്ടിയില്ല. ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുക. നെയ്യാറ്റിങ്കര അങ്ങോട്ട് കഴിയുമ്പം സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. നെയ്യാറ്റിങ്കര അതും കുറച്ച് ആൾ കുറയും, അപ്പോഴത്തേക്കും സീറ്റ് കിട്ടും. മഴയത്ത് ട്രെയിൻ എടുത്ത് കേട്ടോ. അതൊക്കെ അനങ്ങി പോകുന്നുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇത് ഏതാണെന്ന് അറിഞ്ഞൂടാ. ഇരുട്ടായതുകൊണ്ട് ബോർഡ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഏതാണോ ഒരു പിടിയില്ല. ട്രെയിൻ ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ട് നിന്ന്. ആ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ അനങ്ങി തുടങ്ങി. അപ്പുറത്തെ നിന്ന് ട്രെയിനും എടുത്തായിരുന്നു കേട്ടോ. അതും ഇത് പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. ഈ മധുര എക്സ്പ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ട്രെയിൻ സ്പീഡ് കൂടി തുടങ്ങി. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന ട്രെയിനുകൾ സ്റ്റാർട്ടാകുന്നത്. ഇപ്പം നല്ല സ്പീഡായി. മറ്റേ ട്രെയിനും ഏകദേശം അതേ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നല്ല സ്പീഡായിട്ടുണ്ട്. ആ ട്രെയിനും നമുക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ കോച്ച് കാണാൻ തന്നെ എന്ത് ഭംഗിയില്ല. ആ കളറ് രണ്ടും മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ട്. ലൈറ്റെല്ലാം കൂടെ കത്തി കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇത് ഇവിടെ നിന്ന് വന്ന ട്രെയിനാണ് കേട്ടോ. ഷട്ടിലടിക്കാൻ വേണ്ടി പോവുകയാണ്. ഷട്ടിലടിച്ചിട്ട് ട്രാക്ക് മാറ്റി കൊണ്ടുപോയി പാർക്ക് ചെയ്യുമായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. അനങ്ങി പോകുന്നതാണ്. നല്ല രസമുണ്ട്. ഒരു നല്ലൊരു പ്രത്യേക വൈബുണ്ട്. ആ AC കോച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നോ വന്ന ട്രെയിനാണ്. ആ മഴയും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗി ആ ട്രെയിനിനുണ്ട്. ഒരഴുക്ക് പോലും ഇല്ല. നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അവിടെ നിന്ന് ഏതൊരു ട്രെയിൻ ക്രോസിംഗ് ഉണ്ട്, അതിനുവേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് പാറശാലയാണ്. പാറശാലയല്ല, കുഴിത്തറ. ഈ ഭാഗത്തോട്ട് കണ്ട ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഉള്ള ലൈറ്റിനാണെങ്കിൽ വെട്ടവും ഇല്ല. ആരെങ്കിലും നടന്നു പോയി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയില്ല. ട്രെയിന് നാഗർകോവിൽ എത്താറായി കേട്ടോ. ഇരണിയിൽ കഴിഞ്ഞായിരുന്നു, നാഗർകോവിൽ എത്താറായി. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പുറത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല.
ഞാൻ അകത്ത് ഇങ്ങനെ തിരക്കായതുകൊണ്ട് സീറ്റ് കിട്ടിയില്ല, ഇങ്ങനെ ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നാറൂർ റെയിൽവേ സ്റ്റേഷൻ എത്തും. மணியாச்சி ஜங்ஷன், விருதுநகர் ஜங்ஷன் நடைமேடை 3 வந்து சேர்ந்து விட்டது. Your attention please. Train number 167330 Punalur Madurai Express via Maniachi Junction, Virudunagar Junction has arrived on platform number 3. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1630 पुनलूर मदुरै एक्सप्रेस मार्ग से चलकर मणियाची जंक्शन, विरुधुनगर जंक्शन प्लेटफॉर्म नंबर 3 पर आ गई है. ട്രെയിന് തിരുനെൽവേലി എത്തി കേട്ടോ. അനൗൺസ്മെൻറ്റ് കേട്ടല്ലോ, തിരുനെൽവേലിയിലാണ് നിൽക്കുന്നത്. തിരുനെൽവേലി ജംഗ്ഷനിൽ വണ്ടി പിടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെളിയിറങ്ങിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എടുക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ, പക്ഷേ ഏതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൽ എല്ലാ സ്ഥലത്തും ബോർഡ് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളവിടെ കേരളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ബോർഡ് കാണും, പക്ഷെ ഇവിടെ എല്ലാ ബോർഡും തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേരെനിക്ക് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പുറത്ത് കിടക്കുന്ന ട്രെയിനാണ്. നമ്മൾ വന്ന ട്രെയിൻ ഇത് അപ്പുറത്ത് കിടക്കുകയാണ്. കൃത്യം 12:45 സാത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇതാണ് സാത്തൂർ റെയിൽവേ സ്റ്റേഷൻ. വളരെ വലിയ റെയിൽവേ സ്റ്റേഷനാണ്, നല്ല ഭംഗിയാണ്. നേരം വെളുത്തിട്ട് ഞാനിവിടെയുള്ള ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, നല്ല വൈബുള്ള റെയിൽവേ സ്റ്റേഷനാണ്. വളരെയധികം കളർഫുള്ളുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കാണേണ്ട കാഴ്ചയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ട്രെയിനുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പായുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ തൂത്ത് തെളിച്ച് നല്ല കോലം ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ് സ്ത്രീകളുടെ ഒരു പ്രത്യേകത അതാണ്. വീടിൻ്റെ ഫ്രണ്ട് തൂത്ത് തെളിച്ച് വൃത്തിയാക്കി ഒരു കോലം ഇടും. ആ കോലം ഇട്ടാൽ മാത്രമാണ് അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നു എന്നാണ് അവരുടെ ഒരു പ്രത്യേകതരം വിശ്വാസം. ഭക്തിയുടെ കാര്യത്തിൽ തമിഴ്നാടിന് വല്ല വേറെ ഒരു സ്റ്റേറ്റ് ഇല്ല കേട്ടോ. അത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ തമിഴ്നാടിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. അവരുടെ ആ ഒരു ഭക്തി എന്ന് പറയുന്നത് വളരെയധികം മുൻഗണന കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അടിപൊളിയാണ്. എൻ്റെ കൂടെ ഒന്ന് സാരദ വിട്ട് നടന്ന് പോവുകയാണ്. നമ്മളിങ്ങനെ നടന്ന് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയാട്ടാ. ഇതാണ് സാത്തൂർ ബസ് സ്റ്റാൻഡ്. രാത്രിയുള്ള കാഴ്ചയാണ്. കൊതുവെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടാണ് കടിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ദൈവമേ, ഇവിടെയൊക്കെ കുറച്ച് പേര് കിടന്ന് ഉറങ്ങണുണ്ട്. അവരൊക്കെ എങ്ങനെ ഉറങ്ങണമെന്നോ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കൊതുക് കടിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് കൊതുവെന്ന് പറഞ്ഞാൽ ഓടിത്തള്ളും. ഒരു KSRTC കണ്ടക്ടറാണ് പുള്ളി. കൊതുവെന്ന് പറഞ്ഞാൽ ഓടിത്തള്ളുന്ന ആളാണ്. അദ്ദേഹത്തിന് മന്ദക്കം ഒന്ന് കുറഞ്ഞ ആളാണ്. ഒരു രക്ഷയില്ല. കൊതുവിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു ചവർ പോലും കാണില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. തൂത്ത് വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. നമ്മളങ്ങനെ ശിവകാശി ടൗണിൽ രാവിലെ എത്തി. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ ഒരു പ്രത്യേകതരം വൈബാണ് ഇവിടുത്തെ ചായക്കടയിൽ. രാവിലെ നല്ല പാട്ട്, ഭക്തിഗാനം, നല്ല ഹിന്ദു ഭക്തിഗാനങ്ങൾ ഇവിടെ ഇട്ട് നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മാനസികമായിട്ട് നല്ലൊരു ഉല്ലാസം തോന്നുന്നൊരു അറ്റ്മോസ്ഫിയർ തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കട. ഒരു ചായ 16 രൂപയാണ്. ഇതാണ് പുനീത് ലക്ഷ്മി ട്രേഡേഴ്സ് കേട്ടോ. ഇവിടെ ഒരുപാട് പടക്ക് ഐറ്റംസ് ഉണ്ട്, പല ടൈപ്പിലുള്ള ഐറ്റംസ് ഉണ്ട്. വളരെ വിലക്കുറവാണ്. ഹോൾസെയിലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യുക. ഒരു ബോക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 ഇരട്ടി സാധനം പൊട്ടിക്കാൻ കാണും. ഇവിടെ ഇരിക്കുന്ന പുള്ളി ഓണറാണ്. നമ്മളിങ്ങനെ സാധനം സെലക്ട് ചെയ്യണം. അപ്പോൾ സാറിങ്ങനെ നോക്കുന്നുണ്ട്. വേറൊരു കണ്ടക്ടർ സാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സരസ്വതി പടക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ചാക്കണക്കിന് സാധനം വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ്. ഒറ്റപ്പെട്ട ഏരിയ ആണെന്ന് മാത്രമല്ല, ഒരു പെട്ടിക്കട പോലത്തെ രീതിയിൽ അവിടെ ഇട്ട് പടക്കിൻ്റെ ഫുള്ള് പടക്ക് കട തന്നെ. അത് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ പടക്കിൻ്റെ ശേഖരം ഡസൻ കണക്കിനാണ് എല്ലായിടത്തും. എൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഈ കട ഉണ്ടോ, ഇതുപോലത്തെ കടകളാണ് ഇവിടെ. നേരം പരപര വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ കേരളത്തിലെ പോലെ ആഡംബര ജീവിതം നയിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെ മാക്സിമം
ആഡംബരം കാണിക്കാറില്ല കേട്ടോ. അവർ അധ്വാനം മാത്രമാണ് മുൻഗണന കൊടുക്കുന്നത്. ഉഴച്ച് സാപ്പിടണം എന്നാണ് അവർ കൂടുതലും പറയുന്നത്. നമ്മൾ കുറച്ച് ആഡംബര ജീവിതമൊക്കെ നോക്കുമ്പം കുറച്ച് ജോലിയും കുറച്ച് ആഡംബര ജീവിതമൊക്കെ നോക്കുമ്പോൾ അവർ മുഴുവൻ സമയവും ജോലിയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുമാണ് നോക്കുന്നത്. ഈ കടയിൽ സ്റ്റാഫുകളെല്ലാം ആക്റ്റീവാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള പയ്യന്മാർ, നല്ല ചിരിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ ഏജൻറ്റുമാർ നമ്മളെ വളയും. അത് വളഞ്ഞ ശല്യമാണ്. കണ്ട നേരം വെളുത്തപ്പോഴുള്ള കാഴ്ച കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടിക്കട പോലെ അവിടെ കട. അത് ഈ കടയുടെ അടുത്ത് തന്നെ എത്ര കടയെന്ന് നോക്ക്. നേരത്തെ ഞാൻ ഫ്രണ്ടിൽ കാണിച്ച കട, ആ സൈഡിൽ കട, ഇപ്പം നമ്മൾ നിൽക്കുന്ന കട, ആ വീട് തന്നെ ഇതിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. നമ്മളിവിടുന്ന് സാധനം എടുത്തിട്ട് തിരിച്ചു പോകാണ്ട് ബസ്സിൽ നിങ്ങൾ നോക്കിക്കോളാം. ഈ റോഡിൽ ബസ്സിലിരുന്ന് ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ഗ്രൗണ്ട് ഫുള്ള് ഇതുപോലെ പെട്ടി കടകളാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കടകളേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കടകൾ കെട്ടിയിട്ടിരിക്കുന്നത്. അത് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം പടക്ക് വ്യാപാരമാണ് മെയിൻ ഇവിടെ ഈ നാട്ടിൽ. വേറെ ഒന്നുമില്ല. പടക്ക് വ്യാപാരം, ഫാക്ടറി വരെ ഉണ്ട്. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തൊഴിൽ. ഇത് ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. കാറ്റാടി പടങ്ങളാണ്, നല്ല ഭംഗിയാണ്. ദൂരക്കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ് ഇവിടെ. സ്ഥലത്ത് കൃഷി ഒന്നും പറ്റത്തില്ല കേട്ടോ. വെള്ളമില്ല, അതാണ് ഇവിടുത്തെ ഒരു ശാപം. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, പക്ഷേ വെള്ളമില്ല. വെള്ളം വളരെ കുറവാണ്. ട്രെയിൻ ഇങ്ങനെ പോകുമ്പം രണ്ട് സൈഡും പശ്ചിമഘട്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും വളരെയധികം മനോഹരമാണ്. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നും. നീലാകാശവും ആ താഴത്തെ പച്ചപ്പും എല്ലാം വളരെ മനോഹരമാണ്.